ഹായ് ഡിയേഴ്സ്, കഴിഞ്ഞ ഏപ്രിൽ 8-ാം തീയതിയാണ് 1,00,000 സബ്സ്ക്രൈബർ നമ്മളെ ചാനലിലേക്ക് ആയത്. അപ്പോൾ അന്നത്തെ ദിവസം ഞാനിങ്ങനെ ഓരോന്ന് എണ്ണി നിൽക്കുന്നതായിരുന്നു. 1,00,000 ഇപ്പാവോ എന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു സംഭവമാണ്. അന്ന് വൈകുന്നേരം 6 മണിയാകുമ്പം എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതിനെല്ലാവരും സപ്പോർട്ട് ഉണ്ടായത് കൊണ്ട് മാത്രം അങ്ങനെ ഒന്ന് സംഭവിച്ചിനി. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങൾ അയക്കുന്ന ഓരോ കമൻസും ഓരോ വാക്കാണ് എൻ്റെ എന്താ പറയുക ഇനി വീഡിയോസ് ചെയ്യാനുള്ള ആ ഒരു ഉറപ്പ്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറിയും അതുപോലെ ഈ 100Kൻ്റെ കേക്ക് കട്ടിങ്ങും രണ്ടും കൂടി ഒരുമിച്ചായിരുന്നു. ഏപ്രിൽ 16-ാം തീയതി ആയിരുന്നു, ശനിയാഴ്ച, വിഷു കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന്. അപ്പോൾ വിഷുവിൻ്റെ ഉണ്ണിയപ്പം കാര്യപ്പെല്ലാം ബാക്കിയുണ്ടായിനി. അതും ചായയും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ അമ്മമ്മ എടുത്ത് നേരത്തിയിട്ടുണ്ട്. അമ്മമ്മയുണ്ട്, അമ്മയുണ്ട്, പിന്നെ എല്ലാ അമ്മായിമാരുണ്ട്, അനിയത്തിമാരുണ്ട്, നമ്മളെ വീട്ടുകാരും അടുത്ത ആൾക്കാരെല്ലാവരും നമ്മൾ വിളിച്ചിനി. കുഞ്ഞു സെലിബ്രേഷനാണ്, എന്നാലും എല്ലാവരും വേണമല്ലോ, സന്തോഷമല്ലേ. ഇതെല്ലാം അനിയത്തിമാരാണ്. വില്ലനിയത്തിയും കുഞ്ഞനിയത്തീൻ്റെ മോള്, അപ്പോൾ ഇളയമ്മ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. എന്നാ ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടായിട്ടില്ല, എന്ത് വേണം എന്ത് പറയണം എന്ന് പോലും അറിയില്ല, അത്രയും സന്തോഷം. ഒന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി, നമ്മൾ 8th വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് എൻ്റെ അമ്മയേട്ടൻ്റെയും. പിന്നെ കുറേ പിള്ളേരുണ്ട്, എല്ലാവരും മുറ്റത്തുനിന്ന് കളിക്കുന്നുണ്ട്. എൻ്റെ വാവയുണ്ട് പുറത്ത് മുറ്റത്ത്. പിന്നെ കേക്ക് വന്നു. കേക്ക് ഒരു യൂട്യൂബിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെയായിരുന്നു. യൂട്യൂബിൻ്റെ കേക്ക്, റെഡ് വെൽവെറ്റ് കേക്ക്. ആനിവേഴ്സറിൻ്റെ കേക്ക് ബട്ടർ സ്കോച്ച്, പൂ വിരിഞ്ഞത് പോലെ ഉണ്ടായിരുന്നു, ബട്ടർ സ്കോച്ചിൻ്റെ ഒരു കേക്കും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മുറിക്കാൻ പോകുന്നു. ആദ്യം ഞാനും അമ്മയേട്ടനും കൂടി വെഡിങ് ആനിവേഴ്സറീൻ്റെ കേക്ക് മുറിച്ചിനി. അത് കഴിഞ്ഞിട്ട് യൂട്യൂബിൻ്റെ കേക്ക് മുറിച്ചു. അങ്ങനെ കേക്ക് മുറിച്ചു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക്. പ്രത്യേകിച്ച് ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ അകത്ത് നമ്മളെ കപ്പലണ്ടിയെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതെൻ്റെ അമ്മേൻ്റെ അമ്മ. ഇത് വലിയ അമ്മായി. പിന്നെ എൻ്റെ മാമനാണ് വരുന്നത്, മാമൻ. പിന്നെ ഇത് ഈ അമ്മായിയുടെ മോളാണ് അടുത്തത്, ദിയ. പിന്നെ എല്ലാത്തിനും സപ്പോർട്ടും കയ്യും തരുന്ന എൻ്റെ അമ്മ. ഇതാ അമ്മ പറയുമ്പോൾ അമ്മയ്ക്ക് ചിരിയാ വരുന്നുണ്ടായിരുന്നു അന്നേരം. അമ്മയും കേക്ക് തിന്നു ചെയ്ത്. പിന്നെ ഇവിടുത്തെ തന്നെ വേറൊരാളും കൂടിയുണ്ട്, എൻ്റെ ചെറിയ അമ്മായി. പിന്നെ പ്രധാനപ്പെട്ട ഒരാളിതാ എൻ്റെ അനിയത്തി ഇളയമ്മ. പിന്നെ കേക്കെല്ലാം മുറിച്ച് ഓരോരുത്തർക്കായിട്ട് കൊടുത്ത്. വലിയ കേക്കായിരുന്നു. വാവ ഇരുന്ന് തിന്നുന്നുണ്ട്. ഇതെൻ്റെ ഇളയ മോനാന്ന ഏകാദ്യം തിന്നുന്നുണ്ട്. കിട്ടുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട്, എന്നിട്ട് തിന്നുന്നുണ്ട്. ആനിവേഴ്സറി ഗിഫ്റ്റ് 2 കിട്ടീനി. പിന്നെ ഇതെൻ്റെ മൂത്ത ആൾ അദ്രിത്ത്. പിന്നെ അത് അനിയത്തിൻ്റെ മോള് മിഴി. പിന്നെ എല്ലാവരും കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ
ഒരുമിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ വർത്തമാനം പറയാനുണ്ട്, നല്ല രസമായിരുന്നു. ഭക്ഷണം നമ്മൾ ബിരിയാണി ആയിരുന്നു, നെയ്ച്ചോറും ചിക്കനും ബിരിയാണി ആക്കി. ബിരിയാണിയും പിന്നെ സാലഡ് ഉണ്ട്, അതിൻ്റെ കൂടെ അച്ചാറും. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ഇരുന്നു ഭക്ഷണം ഓരോരുത്തരായിട്ട് കഴിക്കാൻ തുടങ്ങി. അനിയത്തിക്കുട്ടി മാഗി ഉണ്ട്, പിന്നെ അനിയത്തിൻ്റെ മോള് മിഴി, ഇത് തന്നുകുട്ടി, അത് പൊന്നു, പിന്നെ എൻ്റെ വാവ ഏകാദ്യു. അങ്ങനെ ഓരോരുത്തരും ഓരോ ഭാഗത്ത് അപ്പുറത്തിപ്പുറത്തെല്ലായിട്ട് ഇരുന്ന് കഴിക്കുകയാണ്. വലിയ ആഘോഷമൊന്നുമില്ല, എന്നാൽ നമ്മൾ ചെറുതായിട്ട് ആഘോഷിച്ചു. കുറച്ച് പിള്ളേരും കുറച്ച് ആൾക്കാരെല്ലാം ആകുമ്പോഴത്തേക്ക് നല്ല രസമാണല്ലോ. നല്ല രസമുണ്ടായിനി കുറച്ച് നേരത്തേക്കാണെങ്കിലും. പിന്നെ ഇതെൻ്റെ അനിയത്തി, സൈഡിൽ നിൽക്കുന്ന നീല ഷർട്ടാണ് കുഞ്ഞിക്കണ്ണ, ഏച്ചിൻ്റെ മോനാണ്. എന്താ ഞാൻ കഴിക്കാത്ത വിചാരിക്കുന്നുണ്ടാവും. എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് ഇവരെല്ലാം പോയി കഴിഞ്ഞ ശേഷമാണ് ഞാൻ കഴിച്ചിനി ലാസ്റ്റ്, കാരണം അത്രയും സമയമായിട്ടില്ലോ. അങ്ങനെ രാത്രിയാവുമ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പോയി. അന്നത്തെ സന്തോഷമായിട്ടുള്ളൊരു ദിവസം കഴിഞ്ഞു. ഭയങ്കരമായിട്ട് മിസ്സായതെന്ന് പറയുന്നത് അച്ഛനും അമ്മേനെയായിരുന്നു, പിന്നെ എൻ്റെ ഏട്ടൻ, പിന്നെ ഒരു 4 അംഗ സംഘത്തിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിനി, അനിയത്തിക്കുട്ടി, ഇളയമ്മയും ആപ്പനും. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും തന്ന എല്ലാ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. നിങ്ങൾക്ക് ഉള്ള അഭിപ്രായവും എല്ലാം പറയണം, നമുക്കതുപോലെ ചെയ്യാം. വീഡിയോയിൽ എടുത്തിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ എന്തെങ്കിലും സംശയം പോരെ എന്നുള്ള സംശയമെല്ലാം ഉണ്ടെങ്കിൽ അത് ഞാൻ ഇതിനോടാണ് ചോദിക്കൽ, എൻ്റെ അനിയത്തി അനുസര. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം.